മലയാളികളുടെ മനസ്സിൽ ഏറ്റവും വലിയ നൊമ്പരമായി അവശേഷിക്കുന്ന ഓർമ്മകളാണ് അർജുൻ്റേത്. അർജുൻ്റെ പുറകിൽ ഒരുപാട് പേര് അണിനിരന്നു എന്നുള്ളത് നമ്മൾ കാണണം. അർജുനെ കാണാതായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിന് മനുഷ്യസ്നേഹികളാണ്. അവർ എല്ലാവരും പറയണം, അത് ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുത്തവരാണ്. പക്ഷേ അതിൽ ജാതി കാണാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. അർജുൻ്റെ കുടുംബം അവർ വളരെ ദുഃഖത്തിലായിരുന്നു. ആ ദുഃഖത്തിലാവാൻ കാരണം എനിക്ക് നേരിട്ടറിയാം. കാരണം അവർ എന്നെ കാണാനായിട്ട് കോഴിക്കോട് നിന്ന് അർജുൻ്റെ അമ്മ, സഹോദരി, അമ്മയുടെ 2 അനുജത്തിമാർ, പിന്നെ വേറെ അനുജത്തിയുടെ മകൾ, അവരെല്ലാം കൂടെ ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് അന്ന് വരുമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിലും എനിക്കൊരു പ്രോഗ്രാം നേരത്തെ ഉണ്ടായിരുന്നു, ഞാനത് ഓർത്തില്ല. ചേർത്തല അപ്പുറത്ത്, അത് അവിടുന്ന് വേണം ഞാൻ വരാൻ. അപ്പോൾ അവരിവിടെ വന്ന് ഒരു 2 മണിക്കൂർ എന്നെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. എനിക്കത് വലിയ വിഷമമായിരുന്നു. ഞാൻ അത് അവിടുന്ന് നേരെ വന്നിട്ട് ഞാൻ ആഹാരം പോലും കഴിക്കാതെ അവരെ കണ്ടു. അപ്പോൾ അവരെ അത്രത്തോളം ദുഃഖത്തിലാണ് ആയിരുന്നു അവർ. അവർക്ക് ഒരു യഥാർത്ഥത്തിൽ അവരെന്ത് പറയണമെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അവർ എഴുതിക്കൊണ്ടുവന്നു എനിക്ക് തരാനായിട്ട് ഒരു പെറ്റീഷൻ പോലെ ഈ അർജുൻ്റെ കാര്യങ്ങളൊക്കെ. അവർക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ അന്ന് ഏതാണ്ട് അർജുനെ കാണാതായിട്ട്, അതായത് ഈ ലോറി കാണാതായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആവുന്നു. അന്ന സമയമാണ് അവർ വന്നു. അവർ വന്നിട്ട് ഞാൻ അന്നേരം അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അവർക്ക് വേണ്ടത്, അവർ ആ പരാതിയിൽ എഴുതി തന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ പോവുക, തെരച്ചിൽ നിർത്താൻ പോവുകയാണ്. അവർ പേടി, തെരച്ചിൽ നിർത്തരുത്, അത് കണ്ടുപിടിക്കണം എങ്ങനെയായാലും എന്നാണ് ഈ അർജുൻ്റെ അമ്മയും സഹോദരിയും ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്ന് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കത് വളരെയധികം മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനെ വീണ്ടും ഇത് തിരയണം എന്നാവശ്യപ്പെടുന്നത്? 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയല്ല ഇനി അർജുൻ ജീവനോടുണ്ടെന്ന്. അതായത് ഇതിനടിയിൽ പോയെങ്കിൽ, അല്ലെങ്കിൽ അയാൾ വേറെ വല്ലയിടത്തും പോവുകയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട്. അതല്ലാതെ ഇതിനടിയിൽ പോയെങ്കിൽ തെരച്ചിൽ നടത്തണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഇനി ഒന്ന് അതിൻ്റെ കാര്യം അതിനകത്ത് ഒരു കാര്യവും ഇല്ല. കാരണം ഒരു പ്രതീക്ഷയും വേണ്ട, അയാൾ ജീവനോടെ കിട്ടത്തില്ല. ഞാനത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവർ യഥാർത്ഥത്തിൽ ആ യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞതാണ്. അവർക്ക് അതുകൊണ്ട് ഈ വിഷമമൊന്നും വന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഇതിൻ്റെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അർജുൻ്റെ ശവശരീരം കണ്ടെടുക്കാതെ, മൃതശരീരം കണ്ടെടുക്കാതെ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടത്തില്ല എന്നുള്ള പേടിയാണെങ്കിൽ അതിൻ്റെ കാര്യമില്ല. കാരണം ഈ ലോറി മൊത്തമായിട്ട് നഷ്ടപ്പെട്ടതാണ്, വാഷ് ഔട്ട് ചെയ്ത് പോയി എന്നുള്ളത് എല്ലാത്തിലും ഉള്ളതാണ്. വാർത്തകളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ആ ലോറിയുടെ ഒരു അവശേഷമെങ്കിലും കണ്ടാൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ക്ലെയിം കിട്ടും. മോട്ടോർ ആക്സിഡൻ്റ് ആണ്, അതിൻ്റെ ക്ലെയിം എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അർജുൻ്റെ ഭാര്യ അന്ന് വന്നില്ല, കാരണം കുഞ്ഞിനെന്തോ അസുഖമായിട്ട് ആണ് ആ കുട്ടി വന്നില്ല. ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്, അച്ഛനൊഴികെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, ഇത് നിർബന്ധമാണെങ്കിൽ നമുക്കതിന് മുമ്പോട്ട് നീങ്ങാം, അതിനുള്ള മാർഗമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം? നിങ്ങൾ ഇങ്ങനെ ഇത് തിരഞ്ഞ് കണ്ടുപിടിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ലോറി കാരണം വലിയ ജോലിയാണ്, ഡ്രഡ്ജർ കൊണ്ടുപോകണം. അപ്പോൾ ഡ്രഡ്ജർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ ഒക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്. അന്നേരം അവർ പറഞ്ഞു, ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ വരുത്താം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു അഷുറൻസ്, കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു അഷുറൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ലതാണ്, ഗോവയിൽ നിന്നാകുമ്പോൾ അത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഇതങ്ങ് നിർത്തി വെക്കാൻ പോയതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് അവർ നിർത്തി വെക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം ആരും ഒരാൾ കർണാടക ഹൈക്കോടതിയിൽ, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഇതിനെ ഈ കർണാടക ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കക്ഷിയാവണം അതിനകത്ത്. അപ്പോൾ അത് കാരണം ഇവർക്ക് തിരഞ്ഞെടുക്കും. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വാശി നിങ്ങൾക്ക് ഇത് കണ്ടെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ആ അമ്മ പറഞ്ഞൊരു വാചകമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. സാർ, അത് ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വൃത്തികേട് എഴുതി അയക്കുന്നുണ്ട്. എൻ്റെ മോൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും, എൻ്റെ മോൻ കള്ളക്കടത്ത് നടത്തുന്നവനാണെന്നും, അവൻ ഈ ലോറിയും കൊണ്ട് എവിടെ മുങ്ങിയേക്കുകയാണെന്നും, അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായി നഷ്ടപരിഹാരം എല്ലാം വാങ്ങിയതിന് ശേഷം ഇവൻ ഇങ്ങ് തിരിച്ചു വരും ഒരു കാലത്ത് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എൻ്റെ മോൻ അങ്ങനെ പോകുന്നവനല്ല.
അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് കാണാതിരിക്കത്തില്ല. അവൻ ഒരിക്കലും ഒളിച്ചു പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഈ പറയുന്ന ഒരു ദുശീലവും എൻ്റെ കുഞ്ഞിനില്ല. ആ അമ്മ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഞങ്ങൾക്ക് അതൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഇത് ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. എനിക്കത് ഞാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ സമൂഹത്തിലുള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്, വേണം. കാരണം ഇതുപോലെ ഓരോന്ന് തന്നെ താൻ പടച്ചു വിടുന്നതാണ്. അവൻ ഓരോരുത്തൻ്റെ ഭാവനാവിലാസം അനുസരിച്ച് എന്തെങ്കിലും തന്നെത്താൻ എഴുതി അങ്ങ് വിടും. അതാണ് നമ്മളിപ്പോൾ ഈ ഇതിലും കണ്ടത്. അവർ ആ അമ്മയുടെ കണ്ണീരതാണ്. ഈ എഴുതി വിടുന്നവന്മാർ ഈ കണ്ണീര് കാണുന്നുണ്ടോ? ഇവനൊക്കെ ഗുണം പിടിക്കുമോ ഇത് എഴുതി വിട്ടിട്ട്? ഇവനൊക്കെ മാനസിക രോഗികളാണ് ഇങ്ങനെ പടച്ചു വിടുന്നവന്മാർ. അതായത് സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കി മെനഞ്ഞെടുക്കുന്ന കഥകളാണ് ഇത് മുഴുവൻ. റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യവുമില്ല. എന്നാലും പറഞ്ഞു വിട്ടത്. അവൻ തടിയും കൊണ്ട് മുങ്ങിയേക്കാണ്, അവൻ പോയേക്കാണ്, അവൻ കള്ളക്കട നടത്തുന്നവനാണ്, ഡ്രഗ് കച്ചവടം നടത്തുന്നവനാണ്, അതിൻ്റെ മാഫിയയിലുള്ളവനാണ്. എന്തെങ്കിലും അങ്ങ് എഴുതി വിടുകയല്ലേ. അതായത് ഇത് ഒരു റേറ്റിംഗ്, ഒരു യൂട്യൂബിനകത്ത് ഒരു 4 പേര് വായിക്കാൻ വേണ്ടി അങ്ങ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി നക്കാനാണ് ഈ മനോരോഗികൾ, ഇതുപോലുള്ള വൃത്തികേടുകൾ പുലമ്പുന്നത്. അത് അമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ എവൻ്റെയൊക്കെ ഈ കഥയുണ്ടല്ലോ, കള്ളക്കഥകൾ, അത് ഒക്കെ ഉണ്ടല്ലോ, ആ കണ്ണീരിലുണ്ടല്ലോ, അതെല്ലാം കുതിർന്നിട്ട് ഇവനൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അത് പോയിക്കോട്ടെ. ഞാനങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഇതിന് അപ്പിയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാനുമായിട്ട് ഒരു വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വനിത അഭിഭാഷകയുണ്ട്, ശ്രീമതി ബീന പിള്ള. മലയാളിയാണ്, പക്ഷെ ബാംഗ്ലൂരിൽ നല്ല ഓഫീസൊക്കെ ഉണ്ട്. കർണാടക ഹൈക്കോടതി ഞാൻ ഒരുപാട് മാറ്റർ അവർക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. മിടുക്കിയാണ്. മലയാളികളായിട്ടുള്ള ജൂനിയേഴ്സും ഉണ്ട് കൂടെ. അങ്ങനെയുള്ളവർ ഞാൻ അവിടെ ബാംഗ്ലൂരിൽ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബീന പിള്ളയെ വിളിച്ചു. ബീന പിള്ളയെ വിളിച്ചിട്ട് ഞാനിത് ഏർപ്പാട് ചെയ്തു. അത് സന്തോഷത്തോടു കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർക്ക് ബീനയുടെ നമ്പരും കൊടുത്ത് ബീനയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോയി കാണുകയൊക്കെ ഇടപാടുകയൊക്കെ ചെയ്തു, അവിടെ അപ്പിയർ ചെയ്യുകയും ചെയ്തു. പക്ഷേ അന്നേരം തെരച്ചിൽ അതുകൊണ്ട് അവസാനിച്ചില്ല, തെരച്ചിൽ തുടർന്നു. ഇപ്പോൾ അവസാനം ഇന്നലെയാണ് നമ്മൾ കാണുന്നത് ഈ ലോറി ഒന്നാകെ പൊക്കിയെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ക്യാബിൻ കുറച്ചൊന്ന് ചുളുങ്ങി ചുരുണ്ടെന്നുള്ളതല്ലാതെ അത് പൊളിഞ്ഞു പോയില്ല. അർജുൻ മാത്രമേ ലോറിയിലുണ്ടായിരുന്നുള്ളൂ. ഒരു ശവശരീരം ലോറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ DNA നടത്തിയേ വെക്കുള്ളൂ. അത് ഏതെങ്കിലും ഒരു ബോൺ എടുത്തിട്ട് DNA ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കിട്ടി. അപ്പോൾ അത് അങ്ങനെ കിട്ടിയുള്ളൂ. എന്നാലും അത് കിട്ടിയല്ലോ, ഒരു ഉത്തരവുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. ഇനി എൻ്റെ മോൻ ദൂരെ ജീവിച്ചിരിക്കുന്നു, അവൻ ഒളിവിലാണ് എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് കാത്തിരിക്കണ്ടല്ലോ. അപ്പോൾ ഇത് അർജുൻ മരിച്ചു എന്നുള്ളത്, മരണപ്പെട്ടു പോയി ഈ ലോറിക്കകത്തുണ്ട് എന്നുള്ളത് ഇവർക്ക് അതിനുള്ള തെളിവ് കിട്ടിയല്ലോ. പിന്നെന്താ ഇനി വേണ്ടേ? അവർക്കത് മതി. അതിപ്പോൾ ഒരു മരണവീടായിട്ട് മാറി. ഇതുവരെ കാണാതായ അർജുനായിരുന്നു, പക്ഷെ ഇപ്പോൾ മരിച്ച അർജുൻ എന്നുള്ളത് ആ റിയാലിറ്റി അവർ നേരത്തെ അക്സെപ്റ്റ് ചെയ്തതാണത്. പക്ഷേ ഈ ലോറിയും കണ്ടു കിട്ടി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാം, നമ്മുടെ മലയാളികളുടെ സ്വഭാവമാണ്. ഇതുപോലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് കളർ കൊടുത്ത് പല വിധത്തിലുണ്ടാക്കുക. വേറെ ജോലി ഇല്ലാത്തവന്മാർ കുറേ എണ്ണമുണ്ട്, അവർ ചെയ്യുന്ന ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തന്നിരിക്കട്ടെ. നല്ലൊരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൂരത്തെക്കുറിച്ച്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് ശരിയാണ്. പക്ഷെ പൂരത്തെക്കുറിച്ച് ഇയാളാരാ? മേത്തന്മാരാണോ പൂരത്തെക്കുറിച്ച്? പൂരത്തിന് മേത്തനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പൂരം ഞാൻ കാണാൻ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് പുതിയ അനുഭവമാണിത്. അപ്പോൾ ഇത് അങ്ങനെ പറയുന്നവന്മാരാണ് ഈ നമ്മുടെ രാജ്യത്തുള്ള മനോരോഗികൾ. ഈ മനോരോഗം ഒന്ന് മാറ്റിയെടുക്കണം. എന്തിലും ജാതി കാണുന്ന ഈ രോഗമുണ്ടല്ലോ, അതൊന്ന് മാറ്റണം. അത് മാറുന്നില്ല എന്നുള്ളതാണ്. നല്ല ഏത് കാര്യം പറഞ്ഞാലും അതിൽ നല്ലത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ആര് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇയാൾ പണ്ടേ ജഡ്ജിയായിരുന്നു. ഇതൊക്കെ ചോദിക്കുന്നവന്മാരുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ ഇനിയും പറയാനുള്ളത് പറയും, സമൂഹത്തിന് വേണ്ടി പറയുന്നതാണ്. അതല്ലാതെ മറ്റൊരു കാര്യത്തിനോ ലാഭത്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് എവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനിയും പറയും. അപ്പോൾ ഈ പറയുന്നവനൊക്കെ മനോരോഗികളായതുകൊണ്ട് എനിക്കത് എന്നെ ബാധിക്കുകയില്ല. പക്ഷേ നീയൊക്കെ ചികിത്സിക്കണം സ്വന്തമായിട്ട്. അത് ആദ്യം തീരുമാനിക്കുക. ചികിത്സിച്ചില്ലെങ്കിൽ
നിന്റെ ഈ രോഗം കടുക്കും കേട്ടോ. ഇനി നിന്റെ വീട്ടിലുള്ളവർക്കെതിരെ പറയാനിടയാവും, അമ്മയും അച്ഛനെയും പറയാനിടയാവും. അങ്ങനെ ആകരുത്.